ദുബായ് എമിഗ്രേഷൻ ഡയറക്ടറേറ്റിന്റെ സേവനങ്ങൾ സ്മാർട്ട് ഫോണിൽ ലഭ്യമാക്കുന്നതിന്റെ ആദ്യഘട്ടത്തിന്റെ ഭാഗമായാണ് പുതിയ ആപ്ലിക്കേഷൻ പുറത്തിറക്കിയത്. ദുബായ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് ഡയറക്ടറേറ്റ് ആസ്ഥാനത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. GDRFA ദുബായ് എന്ന് സെർച്ച് ചെയ്താൽ പ്രമുഖ ആപ്പ് സ്റ്റോറുകളിലെല്ലാം എമിഗ്രേഷൻ ഡയറക്ടറേറ്റിന്റെ ആപ്ലിക്കേഷൻ ലഭ്യമാകും. വിസ സംബന്ധമായ എല്ലാ സേവനങ്ങളും ആപ്ലിക്കേഷനിൽ രജിസ്റ്റർ ചെയ്താൽ ലഭ്യമാകും. ഈ സേവനം സൗജന്യമാണ്. രേഖകൾ അപ്ലോഡ് ചെയ്യാനും യഥാർത്ഥ രേഖകൾ വേണ്ട സേവനങ്ങൾ കൊറിയർ മുഖേന അയച്ച് സേവനം ഉപയോഗപ്പെടുത്താനും സാധിക്കും. കമ്പനി, വ്യക്തിഗതം എന്നിങ്ങനെ രണ്ടു വിധത്തിലാണ് ആപ്ലിക്കേഷനിൽ സേവനങ്ങൾ ലഭ്യമാകുക. ഓൺ അറൈവൽ വിസ കാലാവധി നീട്ടാനും ആപ്ലിക്കേഷനിൽ പ്രത്യേക ഓപ്ഷനുണ്ട്. ദുബായ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് ഡയറക്ടർ മേജർ ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മറി ആപ്ലിക്കേഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വിസ സംബന്ധമായ അപേക്ഷകളിൽ കൃത്യമായ വിവരങ്ങൾ നൽകി വിദേശികൾ സഹകരിച്ചാൽ എമിഗ്രേഷൻ സേവനങ്ങൾ കൂടുതൽ മികവുറ്റതാക്കാൻ സാധിക്കുമെന്ന് ദുബായ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് ഡയറക്ടർ മേജർ ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മറി പറഞ്ഞു. സ്മാർട്ട് ഗവൺമെന്റ് പദ്ധതിയുടെ ഭാഗമായി ആപ്ലിക്കേഷൻ രണ്ടാം ഘട്ടത്തിൽ കൂടുതൽ സേവനം ലഭ്യമാക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. And really to encourage people, we with the leadership of this department, the General Directorate of Residency and Foreign Affairs of Dubai, they have put a good communication platform and an incentive, even a price driven platform. And today we announced just now that we are really going, the primary prize will be a car at the end of the campaign. രണ്ടാം ഘട്ടത്തിൽ 29 സേവനങ്ങൾ കൂടി ലഭ്യമാക്കുമെന്നും എമിഗ്രേഷൻ ഡയറക്ടറേറ്റ് അധികൃതർ അറിയിച്ചു. മികച്ച രീതിയിൽ വിസ സേവനങ്ങൾ ലഭ്യമാക്കും. ചില കർക്കശ നിയമങ്ങളും പരിധികളും കൊണ്ടുവരുന്നത് രാജ്യത്തെ സുരക്ഷയും ജനങ്ങളുടെ ജീവിത നിലവാരവും ഉറപ്പുവരുത്താനാണെന്നും എമിഗ്രേഷൻ ഡയറക്ടർ ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മറി അറിയിച്ചു. ഇന്ത്യൻ മാധ്യമങ്ങളുടെ ക്രിയാത്മകമായ ഇടപെടൽ ഇതിനാവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സുമിത് നായർ, ജീവൻ ന്യൂസ്, ദുബായ്.